അങ്ങനെ ഫെബ്രുവരി 28 ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധം ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് വരുന്നു. കരാറായിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ആയതുകൊണ്ട് നമുക്ക് വിശ്വാസമില്ല. ഇത് ഒപ്പിട്ടതിന് ശേഷം അവർക്ക് പറയാൻ പറ്റും അല്ലേ? ഏതായാലും ഈ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടക്കും. ജനീവ എന്ന് പറയുന്ന ഒരുപാട് സുപ്രധാനമായ കരാറിൽ ഒപ്പിട്ടൊരു സ്ഥലമാണ്, ഉച്ചകോടികളുടെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനീവയിൽ നടക്കുന്ന വെച്ചാണ് ഈ ഒപ്പിടാൻ പോകുന്നതാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇറാൻ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാക്ഷാൽ ട്രംപോ അല്ലെ JD വാൻസോ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് അവർ രണ്ടിൽ ആരെങ്കിലും ഒക്കെ വന്ന് ഒപ്പിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ വലിയ നാശനഷ്ടം ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് നേടി ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നഷ്ടം മാത്രം നേടി എന്ന് നമ്മൾ നഷ്ടം മാത്രമല്ല, ഇന്ത്യയിലെ സംവിധാനം മൊത്തം താറുമാറായി. ആ കൂട്ടിയ വിലയൊന്നും ഇനിയും കുറയ്ക്കത്തുമില്ല. അല്ല, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇന്നിപ്പോൾ ഇത് നമ്മൾ ഈ വാർത്ത പുറത്തു വരുമ്പോഴത്തേക്കും പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യം, ഇവിടുത്തെ വർദ്ധിപ്പിച്ചതിൻ്റെയൊക്കെ വില കുറയ്ക്കുമോ, ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കുറയ്ക്കുമോ? ഒരുപാട് എന്താണ് ഹോട്ടലുകാർ വരെ പൈസ കൂട്ടിയില്ലേ? അതെ, ക്രൂഡ് ഓയിൽ വില താഴെ പോയി. ക്രൂഡ് ഓയിൽ വില ഒരുപാട് താഴേക്ക് പോയി. ഇപ്പോൾ ഇവർ പറയാൻ പോകുന്ന ന്യായീകരണം എന്തായിരിക്കും? ഈ ഫെബ്രുവരി 28 തൊട്ട് ഇന്നിപ്പോൾ ഈ പറയുന്ന കരാർ ഒപ്പിടുന്നവരെയുള്ള ഡേറ്റുകളിൽ എണ്ണ കമ്പനികൾക്ക് കോടാനുകോടികളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടം നികത്തുന്നതിനായിട്ട് ഇനി ഒരു 3 മാസം കൂടി ഇത് ഈ വിലയ്ക്ക് തുടരും എന്ന് പറയും. എന്നിട്ട് ഇവർ കൂടി വന്നാൽ ഒരു 2 രൂപ കുറയും. അത്രയേ ഉള്ളൂ. അത് ജനജീവിതം വളരെയധികം ദുസ്സഹമാണ്, ഒരു സംശയവും വേണ്ട. ഗൾഫിലെ രാജ്യങ്ങളിൽ അവിടെ ജോലി നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, മലയാളികൾ ഒരുപാട് പേരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ വല്ലാത്ത ഭീതി വിതച്ചിരുന്നു ഈ സംഭവങ്ങൾ. നമ്മൾ വിചാരിക്കും പോലെ ആയിരുന്നില്ല. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നമ്മുടെ പല സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളെ വിളിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കതൊന്നും പരസ്യമായിട്ട് വാർത്തയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. നിരന്തരമായി ഇറാൻ്റെ ആക്രമണം നടക്കുകയായിരുന്നു. മാത്രമല്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വിശാഖൻ, അമേരിക്ക പോലുള്ള ഒരു രാജ്യം വിചാരിച്ചിട്ട് ഇറാനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ അയത്തുള്ള ഖമനേയി അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ലെഫ്റ്റനൻസിനെ, അവരുടെ വിശ്വസ്തരായിട്ടുള്ള ലെഫ്റ്റനൻസിനെ നഷ്ടപ്പെട്ടു. പക്ഷേ അതിനൊക്കെ ഉപരി ഇത്രയൊക്കെ ആയിട്ടും അവരുടെ തലയും വാലും എല്ലാം അരിഞ്ഞിട്ടും ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം തല ഉയർത്തി തന്നെ നിൽക്കുക. അതെന്താണെന്നറിയാം, അതിൻ്റെ പ്രധാനമായും അവർക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ വലിപ്പമുള്ള രാജ്യമാണ്. ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ പോലെ ചെറിയ രാജ്യമല്ല. അത് നമ്മളെ നാട്ടിൽ പലരും ചോദിക്കാറുണ്ട്, അവനെ 2 ദിവസം കൊണ്ട് തീർത്തുകൂടെ? നടക്കില്ല. അത് മാത്രം ഒരുപാട് പർവ്വത നിരകളും മലകളും ഒക്കെ ഉള്ള വല്ലാത്ത ഭൂപ്രകൃതിയുള്ള റഫായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് ഇറാൻ. അതെ, അവിടെ ഇവരുടെ പല ഈ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്കടിയിലും ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെയാണ്, ഈ പർവ്വതങ്ങളുടെ അടിയിലുമൊക്കെയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ ട്രേസ് ചെയ്യുക എന്നുള്ളത് എത്ര എളുപ്പമല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എയർഫോഴ്സ് അത്ര ശക്തമൊന്നുമല്ല. പക്ഷേ മിസൈലിൻ്റെ ശേഖരത്തിൽ അവർ ആരെയും കടത്തി വിട്ടു. മിസൈൽ ശേഖരം, ഡ്രോൺ എന്ന് പറഞ്ഞാൽ ചാത്തൻ ഡ്രോണുകൾ. ഈ ചാത്തനേർ എന്ന് പറഞ്ഞ പോലെ ഇവർ ഈ ചാത്തൻ ഡ്രോണുകൾ വിട്ടാണ് ശരിക്കും അമേരിക്കയും ഇസ്രായേലിനെ ഒരു വരിക്കാക്കിയത്. ഈ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇറാൻ ആവശ്യമായി വരുന്ന തുക ചെലവെന്ന് പറയുന്നത് $30,000. ഈ ഒരു ഡ്രോൺ നശിപ്പിക്കാൻ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് $45 ലക്ഷം ചെലവഴിക്കേണ്ടി വരും. എന്ന് പറയുമ്പോൾ നമ്മൾ ഊഹിച്ചോളുക, $45 ലക്ഷം രൂപയല്ല, $45 ലക്ഷം $30,000 ഉണ്ടാക്കിയ സാധനം അത് മൊത്തം ചാത്തന. അതിന്റെ ഒരു പടം എങ്ങാണ്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ സിമ്പിളായിട്ടാണ് അവരത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത് നശിപ്പിക്കാൻ വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ നാണം കെട്ടിട്ടാണ് അമേരിക്ക ഇസ്രായേൽ ഈ പണി നിർത്തുന്നത്. അതെ, അമേരിക്ക നാണം കെട്ടുമെന്ന് പറയാം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും പറയാറ്, ട്രംപ് ഭയങ്കര അൺപോപ്പുലർ ആയെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ. അവർ ചോദിക്കുന്നത് ഇയാൾ എന്തിനാണ് യുദ്ധം ചെയ്യാൻ പോയത്, ഇതുകൊണ്ട് എന്ത് നേടി? ഇപ്പം ഗൾഫിൽ അവരുടെ സൈനിക താവളങ്ങളെല്ലാം പലതും അടിച്ചു ചേർത്തു ഇറാൻ. മാത്രവുമല്ല, അമേരിക്ക സംബന്ധിച്ച് വലിയൊരു പ്രശ്നം, അവർക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇവിടെയൊക്കെ അവർ വലിയ ആയുധങ്ങൾ സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നാളെ ചൈനയോ റഷ്യയോ ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ തിരിച്ചു കൊടുക്കാനുള്ള സാധനം വെച്ചിട്ട് ഇതെല്ലാം തീർന്നു. ഇനി ഒന്നേ ഉണ്ടാക്കണം. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തു എന്ന് പറയുന്നത്. അതെ, അത് അവർക്ക് വേണ്ടതല്ല, ആ വഴി കൂടെ കളഞ്ഞു. അപ്പം ഓരോ ആയുധവും, പ്രധാനപ്പെട്ട ആയുധമെല്ലാം പാണ്ഡവപക്ഷം കൗരവപക്ഷത്തിനെ നശിപ്പിക്കുന്ന ഇങ്ങനെ ഓരോ തന്ത്രങ്ങൾ പ്രയോഗിച്ചാണ്. എനിക്ക് ഈ PV അൻവറിനെയാണ് ഓർമ്മ വരുന്നത്. ഓരോ ദിവസവും അദ്ദേഹം വെല്ലുവിളിക്കും. PV അൻവർ, മറുനാടൻ നിന്നെ താഴെ ഇറക്കിയിരിക്കും, നിന്നെ പൂട്ടിയിരിക്കും, നീ ആകാശത്തോട് ഉയർന്നു പറഞ്ഞാലും കഴുകനെ പോലെ മേഘങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഡയലോഗ് വിടും. പക്ഷേ ഓരോന്നായിട്ട് തിരിച്ചടിച്ചടിച്ചടിച്ച് ഇപ്പോൾ അഡ്രസ്സും ഇല്ല, ആളും ഇല്ലാത്ത അവസ്ഥയായി. ഇതേപോലെയാണ് നമ്മുടെ ട്രംപിന്റെ അവസ്ഥ. ഈ അന്ത്യശാസനം കൊടുക്കുക, പുള്ളി ഒരു 15 അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. പിന്നെ മിമിക്രിക്കാർ പറയുന്നു, ആദ്യമായി ഞാൻ നിനക്കൊരു ലാസ്റ്റ് വാണിംഗ് തരാമെന്ന്. ആദ്യമായി ഒരു ലാസ്റ്റ് വാണിംഗ് തരാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ടും
ഒന്നും ചെയ്യാൻ സാധിച്ചു. അല്ല, അത് അവിടെയാണ് പറ്റിപ്പോയത്. മാത്രമല്ല ഇയാൾ നിരന്തരം ഇപ്പം ചെയ്യുന്നത് നെതന്യാഹുവിനെ കലി ചേർക്കാൻ വേണ്ടി തെറി വിളിക്കാൻ നെതന്യാഹുവിനെ നീ അല്ലയോടാ തന്നെ വലിച്ചിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തെറി വിളിച്ചു. ആ. ഒരിക്കൽ പച്ചത്തെറിയും ഫോണിൽ കൂടെ വിളിച്ചു. വീണ്ടും ഞാൻ സംസാരിച്ച ഇപ്പം അദ്ദേഹം ഒരിക്കലും രാഷ്ട്രത്തലവൻ ചെയ്യുന്ന ഭാഷയല്ല ഉപയോഗിക്കുന്നത്, അസഭ്യ വാക്കുകൾ തന്നെയാണ്. തെറിയാണ് അദ്ദേഹം ഉപയോഗിക്കുക, പച്ചത്തെറിയാണ് അദ്ദേഹം വിളിക്കുന്നത് ഈ നെതന്യാഹുവിൻ. ഇയാൾ വരുത്താൻ കാരണമാണ് എല്ലാം കുഴപ്പമില്ലായത്. മാത്രമല്ല തന്നെ പിടി ജയിലിടേണ്ട ആളായിരുന്നു എന്നൊരു അവസാനം പൊട്ടിത്തെറിച്ച് ട്രംപ് പറഞ്ഞു. ലെബനേനെതിരെ ഈയിടെ കണ്ട് ആക്രമണം നടത്തിയാലും പുള്ളി ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ചു. ഒരു വ്യക്തി എങ്ങനെയാലും കോംപ്രമൈസ് ചെയ്യാൻ നോക്കുമ്പോൾ നീ കുഴപ്പം കാണിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലെബനനാണ് ഈ ഹിസ്ബുള്ളയുടെ ഒരു കേന്ദ്രം. അപ്പോൾ അവിടുത്തെ വീടുകൾ, ആളുകളുടെ വീടുകളിൽ പോലും ഇപ്പോൾ ആയുധം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്ബുള്ളെ തകർക്കാതെ കാര്യം നടക്കില്ല. ഈ ഹമാസിന്റെ കാര്യത്തിലാണ് തീരുമാനമായിട്ടുണ്ട്, പക്ഷേ ഹിസ്ബുള്ളെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. ലെബനനിൽ ഭരണത്തിൽ പോലും അവർക്ക് പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയെ തകർക്കുക. പിന്നെ ഹസൻ നസ്രുള്ള എല്ലാവരും അവർ കൊന്നു, മറ്റേ ഇത് പേജർ പൊട്ടിച്ച് കുറേ പേരെ കൊന്നു, അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാക്കി. പക്ഷേ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹിസ്ബുള്ളെ തീർക്കാതെ അവർക്ക് വരെ സമാധാനമില്ല. ഒപ്പം ഇറാന്റെ അന്ത്യം അവർക്ക്. പക്ഷേ അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ആക്രമിക്കരുത് എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ നെതന്യാഹു ആക്രമിച്ചു. അതാണ് തെറി വിളിച്ചത്. ആദ്യം തെറി വിളിച്ചത്. തെറി എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് 3 തെറി വെച്ചാണ് പുള്ളി വിളിച്ചത്. അതെ. അത് മൊത്തം നമ്മള് പുള്ളിയുടെ ട്രോത്തിനകത്ത് പുള്ളി എഴുതുന്നത് ആ പച്ചത്തറി തന്നെ എഴുതും. നമുക്കത് കൊടുക്കാൻ പറ്റില്ല, നമുക്കത് ബീപ്പ് ചെയ്യാതെ അടിക്കാൻ പറ്റത്തില്ല. അതാണ് അത് ഒരു രാഷ്ട്രത്തലവനാണെന്ന് ഓർത്തോളാം. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രത്തിന്റെ തലവനാണ് ഈ എണ്ണീറ്റ് ലോക പോലീസിന്റെ DGP ആണ് പച്ചത്തറി വിളിക്കുന്നത്. വേറെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തെറി വിളിക്കുന്നു. അപ്പോൾ ഏതായാലും ഇത് സത്യത്തിൽ നമുക്ക് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വെള്ളിയാഴ്ച കരാർ ഒപ്പുവയ്ക്കുന്നവരെയും നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കേണ്ട കാര്യം. ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംഭവിക്കുമായിരിക്കും. കാരണം ഇപ്പോൾ ട്രംപിന് വേറെ വഴിയില്ല. അവർ പിന്മാറും, അമേരിക്ക പിന്മാറുമെന്നല്ല കരാറിലെ ഒരു പ്രധാനപ്പെട്ട സംശയിക്കേണ്ട ഒറ്റ ആളുകൾ നെതന്യാഹുവിനെയാണ്. അതെ, ഇതിനിടയിൽ നെതന്യാഹു കയറി വീണ്ടും അടിക്കാൻ ഇറങ്ങിയത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമുള്ളത്. അവസാനം ഇറാനും അമേരിക്ക കൂടി നെതന്യാഹുവിന് അവസാനം ഇറാൻ അമേരിക്ക ഒന്ന് നെതന്യാഹുവിനെ പിടിക്കാൻ പോകേണ്ടി വരും. അങ്ങനെ ഒരു ഇതിലേക്ക് വരും. കാരണം പക്ഷേ അമേരിക്ക നല്ല മാനക്കേടാണ്. ഇറാന് മുന്നിൽ അവർക്ക് അടിയറ വയ്ക്കേണ്ടി എന്നുള്ള സത്യമാണ്. നമുക്ക് നല്ലത് പറയാൻ പറ്റില്ല. കീഴടങ്ങിയത് തന്നെയാണ്, വേറെ വഴിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കി തീർത്താൽ മതി എന്നുള്ള ആ ഒരു നിർബന്ധം അവർ കാണിച്ചു. തല വെച്ച് പോവുകയും ചെയ്തു. തല വലിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നത്തെ കാലത്ത് നമ്മൾ ആര് യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഒന്ന് സൂക്ഷിച്ചിടണം പോകാൻ. എതിരാളി ദുർബലനാണ് എന്ന് നമ്മൾ കരുതി പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ബലവാനായിരിക്കും എതിരാളി. ആരെന്ന് കളിക്കണമെന്ന് നമ്മളെപ്പോഴും പറയില്ല. അത് കറക്റ്റാണ്. ഒരു ആൾ മാറിപ്പോയി. പണ്ട് വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാൻ പോയതിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതെ തന്നെ. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇവരുടെ സൈന്യ താവളങ്ങളെ പലയിടത്തും അവർ ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും അവസാനം അത് അമേരിക്കയോട് ഇനി ആക്രമിക്കരുതെന്ന് പറയേണ്ടി വന്നു. ഇറാൻ ഇനി നിങ്ങൾ നേരിടരുത്, കാരണം ഇത് അനുഭവിക്കാൻ പോണ ഞങ്ങളാണെന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് അവർ പറയുന്നത്. ബഹ്റിനിൽ അമേരിക്കയുടെ 5ാം കപ്പൽ പടക്കുന്ന നേരെയൊക്കെ അവർ ആക്രമണം നടത്തി. അല്ല, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ മാർഗ്ഗമില്ല. ഇസ്രായേലിന് ഇപ്പോൾ അറബ് രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിനെ ഒന്നും ആക്രമിക്കണമെന്ന് ഇസ്രായേൽ പിന്നെ ഇറാന് താല്പര്യമില്ല. അവർ പക്ഷെ അതിന് നിർബന്ധിതരാകുകയാണ്. അമേരിക്ക അങ്ങ് വാഷിംഗ്ടണിൽ പോയി ആക്രമിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് കൈ കിട്ടിയ അടുത്തുള്ള സാധനം അങ്ങനെ വരുമ്പോൾ യുവമാർക്കും പണി കിട്ടും. അതാണ് പ്രശ്നം. അത് ആരാണോ അമേരിക്കയ്ക്ക് അവിടെ അരങ്ങൊരുക്കിയിരിക്കുന്നത് അവർക്കിട്ട് പണി കിട്ടും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതായാലും സമാധാനം കൈവരട്ടെ. നമുക്ക് എത്രയും കാരണം നമ്മളെ ലോകത്ത് എത്രയോ കോടിക്കണക്കിന് മനുഷ്യരെ നേരിട്ട് ബാധിച്ചൊരു കാര്യമാണ്. എത്രയോ പേര് കൊല്ലപ്പെട്ട ലോകത്തെ നടുക്കിയ ഒരു സംഭവമാണ്. അമേരിക്കയിൽ ഇപ്പം എന്താണ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംവാദത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കിയ ആളാണ്. ആ സംഘടന ഉണ്ടാക്കിയ ആൾ തന്നെ ഇറങ്ങി യുദ്ധം നടത്തുകയും വെല്ലുവിളിക്കും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നമ്മൾ ഇന്ത്യക്കാരെ സജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പണക്കത്തിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഏതായാലും ട്രംപിനെതിരെ വലിയ അടി തന്നെയാണ്, അമേരിക്കയ്ക്ക് വലിയ അടി തന്നെയാണ്. ഇതിന് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ട്രംപ് മത്സരിക്കില്ലായിരിക്കാം, പക്ഷേ JD വാൻസാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം അതിന് വില കൊടുക്കേണ്ടി വരും, ഉറപ്പാണ്. അതാണ്. എന്താണെങ്കിലും ഈ ആഗോള അമേരിക്കൻ പോലീസ് എന്ന് പറയുന്ന ആഗോള പോലീസ് ആയിട്ടുള്ള അമേരിക്ക, അപ്പോൾ ഇയാൾ നമ്മുടെ ട്രംപ് എന്നാൽ ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കാം എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മൾ ഉറ്റുനോക്കുന്നത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ ഇന്ധനക്ഷാമം അല്ലെ ഇന്ധന ചെലവ് കുറയ്ക്കുമോ എന്നുള്ളതാണ്. അത് കുറച്ചില്ലെങ്കിൽ അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇനി പോവും. യുദ്ധം കഴിഞ്ഞും പല കാരണം പറഞ്ഞത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആരും കരുതണ്ട എന്നുള്ളതാണ്. ജനങ്ങളത് ഏറ്റവും കൂടുതൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാര്യമാണ്.